ഈ സെൻറ്റൻസ് നിങ്ങൾ കണ്ടോ? ഹീ മേ ബി അറ്റ് ഹോം, മേ ബി ഹീ ഈസ് ജസ്റ്റ് ബിസി. ഇവിടെ ഒരിടത്ത് മേയുടെയും ബിയുടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, മറ്റിടത്ത് സ്പേസേ ഇല്ല. അപ്പം നമുക്കിന്ന് മേ ബിയും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഓക്കെ, ദാ ഇങ്ങനെ ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ മേ ബി എന്ന് എഴുതുമ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇതൊരു ഒറ്റവാക്കാണ്. ഇതിൻ്റെ അർത്ഥം ചിലപ്പോ, ഒരു പക്ഷേ എന്നൊക്കെ വരും. അതായത് നമുക്കറിയില്ല, ജസ്റ്റ് ഗസ് ചെയ്യുവാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മളിങ്ങനെ ഈ മേ ബി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പെർഹാപ്സ് അല്ലെങ്കിൽ പോസിബിലി എന്നൊക്കെ പറയത്തില്ലേ, ആ സ്ഥാനത്താണ് ഇടയ്ക്ക് സ്പേസ് ഇല്ലാത്ത ഈ മേ ബി എന്ന് നമ്മൾ പറയുന്നത്. ഗ്രാമറിൻ്റെ ഭാഷയിൽ ഇതൊരു ആഡ്വേർബാണ് കേട്ടോ. അപ്പോൾ ഈ മേ ബിയുടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, മേ ബി ഷീൽ കം ടു ദ പാർട്ടി. ഒരുപക്ഷെ അവൾ പാർട്ടിക്ക് വന്നേക്കാം. പാർട്ടിക്ക് വരുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്യാം കേട്ടോ. മേ ബി ഷീൽ കം ടു ദ പാർട്ടി. നെക്സ്റ്റ്, മേ ബി ഇറ്റ് വിൽ റെയിൻ ടുഡേ. ഒരുപക്ഷെ ഇന്ന് മഴ പെയ്തേക്കും. അതും നല്ല ഉറപ്പൊന്നുമില്ല. ഇന്നലെ മേഘമൊക്കെ ഇരുണ്ട് വന്നിച്ച് പിന്നെ അങ്ങ് കാറ്റടിച്ച് പോവുമായിരുന്നു. ജസ്റ്റ് നമ്മൾ ഗസ് ചെയ്യുവാണ്. മേ ബി ഇറ്റ് വിൽ റെയിൻ ടുഡേ. നെക്സ്റ്റ്, ഐ വിൽ ഗോ ടു ദ പാർട്ടി മേ ബി. ഞാൻ പാർട്ടിക്ക് പോയേക്കും, ഉറപ്പില്ല കേട്ടോ. ഐ വിൽ ഗോ ടു ദ പാർട്ടി മേ ബി. അപ്പോൾ ഈ മേ ബിയുടെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് മേ ബി നോക്കാം. സ്പേസ് ഉള്ള മേ ബി. നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ മേയും ബിയും രണ്ട് വാക്കുകളിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും സാധ്യതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമറിൻ്റെ ഭാഷയിൽ ഇവിടെ മേ എന്നത് മോഡൽ വേർബും ബി എന്നത് വെർബുമായിട്ടാണ് വരിക. ഈ മോഡൽ വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതൊന്ന് അറിയിച്ചാൽ മതി. ഞാനൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പേസ് ഇട്ടിട്ടുള്ള മേ ബി ഉപയോഗിച്ചുകൊണ്ട് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഷീ മേ ബി ലേറ്റ് ടുഡേ. ഇന്ന് അവൾ വരാൻ താമസിക്കുമായിരിക്കും. ഇങ്ങോട്ടുള്ള വണ്ടി ക്യാൻസലായി നമുക്കറിയാം. അപ്പോൾ സാധ്യത അനുസരിച്ച് അവൾ വരാൻ താമസിക്കും. ഷീ മേ ബി ലേറ്റ് ടുഡേ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇറ്റ് മേ ബി ട്രൂ. അത് ശരിയായിരിക്കും. കാരണം നമ്മൾ ഈ കാണുന്ന ന്യൂസ് വെബ്സൈറ്റിൽ എപ്പോഴും സത്യസന്ധമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ കാര്യവും സത്യമായിരിക്കും. ഇറ്റ് മേ ബി ട്രൂ. നെക്സ്റ്റ്, ഹീ മേ ബി അറ്റ് ഹോം നൗ. ഇപ്പോൾ അവൻ വീട്ടിലായിരിക്കാനാണ് സാധ്യത. കാരണം എല്ലാ ദിവസവും 5 മണിക്ക് അവൻ വീട്ടിലെത്താറുണ്ട്. ഇപ്പോൾ 5:30 അപ്പോൾ സാധ്യത അനുസരിച്ച് അവൻ വീട്ടിൽ കാണും. ഹീ മേ ബി അറ്റ് ഹോം നൗ. ഇനി വേണമെങ്കിൽ ഇതേ കാര്യം തന്നെ സ്പേസ് ഇല്ലാത്ത മേ ബി ഉപയോഗിച്ചും പറയാൻ പറ്റും. മേ ബി ഹീ ഈസ് അറ്റ് ഹോം, ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല, ഒരു പക്ഷേ അയാൾ വീട്ടിൽ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ആ പറയുന്ന ടോണിൽ അത് കുറച്ചുകൂടെ കാഷ്വലായിട്ടാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് ഫോർമൽ അല്ല. അതുകൊണ്ടാണ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് മിക്കവാറും ഈ സ്പേസ് ഇല്ലാത്ത മേ ബി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ഹീ മേ ബി അറ്റ് ഹോം, മേ ബി ഹീ ഈസ് ജസ്റ്റ് ബിസി എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ കാണും, ഒരുപക്ഷെ ബിസി ആയിരിക്കും. അപ്പോൾ സ്പേസ് ഉള്ള മേ ബിയും സ്പേസ് ഇല്ലാത്ത മേ ബിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി സ്പേസ് വേണോ വേണ്ടായോ എന്ന് ഒരു സംശയം വരികയാണെന്നിരിക്കട്ടെ. അവിടെ പെർഹാപ്സ് എന്നുള്ള വാക്കിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ അവിടെ സ്പേസ് ഇല്ലാത്ത മേ ബിയാണ് വരിക. ഉദാഹരണത്തിന്, മേ ബി ഹീ ഈസ് ബിസി എന്ന് പറഞ്ഞാലും പെർഹാപ്സ് ഹീ ഈസ് ബിസി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്നാൽ ഹീ മേ ബി അറ്റ് ഹോം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഹീ പെർഹാപ്സ് അറ്റ് ഹോം എന്ന് നമ്മളിട്ട് നോക്കിയാൽ അത് ശരിയാവത്തില്ല. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ സ്പേസ് ഉള്ള മേ ബിയാണ് വരേണ്ടത്. ഇനി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. ഈ 2 സെൻറ്റൻസുകൾ ഏത് മേ ബിയാണ് ശരിയായിട്ട് വരേണ്ടത്? അതൊന്ന് കമൻറ്റിലിട്ടാൽ മതി. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you soon.